അപ്പോൾ നമ്മൾ 3 ഗ്യാസ് ഇക്വേഷൻസ് പഠിച്ചു. ഏതൊക്കെയാണ്? ബോയ്സ് ലാ, ചാൾസ് ലാ ആൻഡ് അവഗാഡ്രോസ് ലാ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻസ് ആണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇത് 3 ഗ്യാസ് ഇക്വേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഫോം ചെയ്തിട്ടുള്ളത്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻസ് ഫോം ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ബോയ്സ് ലോ, ചാൾസ് ലോ ആൻഡ് അവഗാഡ്രോസ് ലോസ്. അപ്പൊ ഈ 3 ലോസ് നമുക്ക് എങ്ങനെയാണ് ഒരുമിച്ച് ചേർത്ത് ഒരു ഐഡിയൽ ഇക്വേഷൻസ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് ഐഡിയൽ ഇക്വേഷൻസ് ഫോം ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ ബോയ്സ് ലോ അനുസരിച്ച് എന്താണ്? വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/p അല്ലെ. അതായത് വോളിയം കൂടുന്നതിനനുസരിച്ച് പ്രഷർ കുറയുന്നു, അല്ലെങ്കിൽ പ്രഷർ കൂടുന്നതിനനുസരിച്ച് വോളിയം കുറയുന്നു. ദിസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോയ്സ് ലോ കോൺസെപ്റ്റ്. അടുത്തത് എന്താണ്? ചാൾസ് ലോ കോൺസെപ്റ്റ് എന്താണ്? വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതായത് വോളിയം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറും കൂടുന്നു, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വോളിയം കൂടുന്നു. അത് എന്തോ ലോ ആണ് പറയുന്നത്? ചാൾസ് ലോ. നെക്സ്റ്റ് വൺ ഈസ് അവഗാഡ്രോസ് ലോ. ഈസ് എന്താണ്? ഏതിന്റെ റിലേഷൻഷിപ്പാ പറയുന്നത്? വോളിയം ആൻഡ് നമ്പർ ഓഫ് മോൾസിന്റെ റിലേഷൻ ആണ് പറയുന്നത്. അതായത് വോളിയം കൂടുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് മോൾസ് കൂടും, അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കുറയുന്നതനുസരിച്ച് വോളിയം കുറയും. ഈ 3 ലോസ് അനുസരിച്ചാണ് നമുക്ക് ഇക്വേഷൻസ് ഫോം ചെയ്യേണ്ടത്. ഏത് ഇക്വേഷൻസ് ആണ്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻസ്. ഇവിടെ നോക്കിക്കോളൂ. ഈ 3 ലോസിൽ നമ്മൾ കൊടുത്തിട്ടുള്ളതിന് 3ലും വോളിയം ഉണ്ട് ഇല്ലേ? അപ്പൊ നമ്മൾ പൊതുവായിട്ട് വോളിയം എടുത്തു. നെക്സ്റ്റ് നമുക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഏതാ വരുന്നത്? വെറും പി മാത്രമാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ വരുന്നത്. അത് നമ്മൾ താഴെ എഴുതിയിട്ട് മോളിൽ എന്ത് എഴുതും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന നമ്പർ ഓഫ് മോളിക്യൂൾസും ടെമ്പറേച്ചർ എഴുതി. ഓക്കെ, ഫസ്റ്റ് ഇതാണ്. അടുത്ത് നമുക്ക് നോക്കിയേ, ഇത് നമ്മൾ ഇങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് ഇവിടുന്ന് ഈ മുകളിലിരിക്കുന്ന പീനെ എടുത്തോണ്ട് മുകളിൽ വെച്ചൂടെ? താഴെ ഇരിക്കുന്ന പീനെ. അതേപോലെ നമ്മൾ എന്ത് ചെയ്തു? പീനെ എടുത്തിട്ട് നമ്മൾ വോളിയമായിട്ട് മുകളിൽ വെച്ചു. അടുത്ത് എന്താണ്? ഈ സിമ്പൽ ഇട്ടു. അടുത്ത NT, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ NT. അടുത്ത് നമുക്ക് അറിയേണ്ടത്, നമുക്ക് ഒരിക്കലും മാത്തമെറ്റിക്കൽ റെപ്രസെന്റേഷൻ വെച്ചിട്ട് ഈ സിമ്പൽ വെച്ചിട്ട് നമ്മൾ ചെയ്യത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈക്വൽ ടു സൈൻ ആവശ്യമാണ് ഇല്ലേ? അപ്പൊ നമ്മൾ ഈക്വൽ ടു സൈൻ മാറ്റണം. ഈ സിമ്പൽ മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഈക്വൽ ടു സൈൻസ്, അതായത് ഒരു സൈൻ കൊണ്ടുവരണം. ആ സൈനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റ് വാല്യൂ അവിടെ ഇട്ടാൽ മാത്രമേ നമുക്ക് എന്താണ്? മാത്തമെറ്റിക്കൽ റെപ്രസെന്റേഷൻ ശരിയാവത്തുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ ഇടാൻ പോകുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ മോളാർ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന R എന്ന് പറയുന്ന ലെറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ യൂണിവേഴ്സൽ R എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ മോളാർ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താന്ന് പറയാ? R എന്ന് നമ്മൾ എന്ത് ചെയ്ത് റെപ്രസെന്റ് ചെയ്തത്. നമ്മൾ അത് എന്ത് ചെയ്തു? ഇവിടെ എഴുതി PV ഈക്വൽ ടു. നമ്മൾ അപ്പോൾ എന്ത് ചെയ്തു? ആ സിമ്പൽ മാറ്റിയതിനു ശേഷം ഈക്വൽ ടു ഇട്ട് അതിനകത്ത് നമുക്ക് എന്ത് ചെയ്ത് NTR എന്ന് വേണമെങ്കിൽ നമ്മൾ, പക്ഷെ ഒരു ഫോർമാറ്റ് നമുക്ക് ഇങ്ങനെ പഠിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? P ഈക്വൽ ടു NRT എഴുതി. അങ്ങനെയാണ് നമുക്ക് എന്താണെന്ന് ഫോം ചെയ്തേ? ഒരു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻസ് ഫോം ചെയ്ത്. ഏതാണ്? PV ഈക്വൽ ടു NRT. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻസ് എന്ത് ബേസ് ചെയ്താണ് ഫോം ചെയ്ത? ഗ്യാസ്, അതായത് ഗ്യാസസ് ലോസിലെ ബോയ്സ് ലോ, ചാൾസ് ലോ ആൻഡ് അവഗാഡ്രോസ് ലോസ്. നെക്സ്റ്റ് വൺ ഈസ്, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡാൾട്ടൺ ലാ ഓഫ് പാർഷ്യൽ പ്രഷർ. എന്താണ് ഡാൾട്ടൺ ലാസ് ഓഫ് പാർഷ്യൽ പ്രഷർ എന്നാണ്. അത് നമുക്ക് പഠിക്കാനുള്ളത് ഇറ്റ് ഈസ് സ്റ്റേറ്റ് സ്റ്റേറ്റ്. അതെന്താണ് പറയുന്നത് എന്ന് വെച്ചാല്, total pressure exerted by the mixture of non-reactive gases is equal to the sum of partial pressure of the individual gases. എന്താണ് ഈ സ്റ്റേറ്റ് പറയുന്നത്? നമ്മൾ ഒരു ഗ്യാസ് സിലിണ്ടർ എടുക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോ അതിനകത്ത് കുറച്ച് ഗ്യാസ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ അതിനകത്ത് കുറച്ച് ഇനാക്റ്റീവ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ട്, മോളിക്യൂൾസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? ചിലത് എന്താണ്? ആക്റ്റീവ് ആയിരിക്കും, ചിലത് ആക്റ്റീവ് അല്ലായിരിക്കും. അപ്പൊ എന്തുണ്ടായിരുന്നാലും ഇതിനകത്ത് നിൽക്കുന്നത്, അതായത് ഒരു ഗ്യാസ് സിലിണ്ടറിൽ ഒരു ഗ്യാസ്, അതിന്റെ ടോട്ടൽ വാല്യൂം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് ഓരോ മോളിക്യൂൾസ് വെച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, അതിനകത്തുള്ള എല്ലാം, അതായത് പാർഷ്യൽ പ്രഷർ എല്ലാം കൂടെ ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഒരു ടോട്ടൽ പാർഷ്യൽ പ്രഷർ ഫോം ചെയ്യുന്നതാണ് പറയുന്നുള്ളത്. ഇദ്ദേഹം കണ്ടുപിടിച്ച ആളെന്ന് വെച്ചാൽ ജോൺ ഡാൾട്ടൺ ആണ്. എന്താണ്? ഡാൾട്ടൺ തിയറി ഓഫ് പാർഷ്യൽ പ്രഷർ കണ്ടുപിടിച്ചത്. അപ്പൊ ഇതിന്റെ സ്റ്റേറ്റ്സ് എന്താണ്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് total pressure exerted by the mixture of non-reactive gases is equal to the sum of partial pressure of the individual gases. ഇതാണ് എന്തോന്ന് പറയുന്നത്? നമ്മുടെ ജോൺ ഡാൾട്ടൺ ഉണ്ടാക്കിയ ഡാൾട്ടൺസ് തിയറി, ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ തിയറി പറയുന്നത്. ഓക്കെ, നമുക്കത് ആദ്യമായിട്ട് പാർഷ്യൽ പ്രഷറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിലേഷൻ ചെയ്യണം അല്ലെ? അപ്പോൾ ആദ്യം എന്താണ്? ടോട്ടൽ, അതായത് PT ഈക്വൽ ടു, ഇപ്പൊ ഓരോരോ പാർഷ്യൽ പ്രഷർ എന്താണ്? A എന്ന് പറയുന്ന ഒരു മോളിക്യൂൾസ്, അല്ലെങ്കിൽ ഒരു A എന്ന് പറയുന്ന ഒരു മാറ്ററിന്റെ, അപ്പോൾ
പാർഷ്യൽ പ്രഷർ നമ്മൾ എങ്ങനെ എഴുതാം? അതിന്റെ ഇക്വേഷൻസ് PT is equal to PA plus PB plus PC plus etc. up to infinity. നമുക്ക് എത്ര വേണമെങ്കിലും അതിന്റെ എല്ലാം സെയിം ആയിരിക്കുമെന്ന് എന്തെന്ന് പറയുന്നത്, അതെല്ലാം കൂട്ടിയിട്ടുള്ളതായിരിക്കും എന്തെന്ന് പറയുന്നത് ടോട്ടൽ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എന്നാണ് നമ്മുടെ ആര് പറഞ്ഞിട്ടുള്ളത്? ജോൺ ഡാൾട്ടൺ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഡാൾട്ടന്റെ പാർഷ്യൽ പ്രഷർ എന്ന് ഒരിക്കൽ കൂടെ വായിക്കണോ? എന്താണ് ജോൺ ഡാൾട്ടന്റെ പാർഷ്യൽ പ്രഷർ? states that total pressure exerted by the mixture of non-reactive gases is equal to the sum of partial pressure of individual gases. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ. അതിന് നമുക്ക് രണ്ടെണ്ണം പഠിക്കാറുണ്ട്. എന്താണ് ഡിഫ്യൂഷൻ എന്ന് പഠിക്കാറുണ്ട്, എന്താണ് ഇഫ്യൂഷൻ. ഏറ്റവും കൂടുതൽ ഡിഫ്യൂഷൻ ആണ് ചോദിച്ചുള്ളത്. ഇതിൽ നമുക്ക് ഗ്രഹാംസ് ലായിൽ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം പറയുന്നത് ഡിഫ്യൂഷൻ എന്ന് വെച്ചാൽ, ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. നമുക്ക് ഗ്യാസ്, അതായത് നമ്മൾ ഒരു റൂമിനകത്ത് ഒരു പെർഫ്യൂമിന്റെ ഒരു അല്ലെങ്കിൽ നല്ല സ്റ്റിക്ക്, പെർഫ്യൂം സ്റ്റിക്കോ അല്ലെങ്കിൽ പെർഫ്യൂമിന്റെ ബോട്ടിലോ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് എന്ത് ചെയ്യുക, നമ്മളിപ്പോ തുറന്നു വെച്ചിരിക്കുക, അല്ലെങ്കിൽ എന്താണ് ആ ഒരു സ്റ്റിക്ക് കത്തിച്ച് വെച്ചിരിക്കുമ്പോഴത്തേക്കും അതിലൊന്ന് എന്താണ് ഗ്യാസ് എന്ത് ചെയ്യുന്നു, എല്ലായിടത്തും പോയിട്ട് നമ്മൾ ഒരു അറ്റത്താണ് വച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ റൂം മൊത്തം സ്പ്രെഡ് ചെയ്യും അല്ലേ. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഹൗസിൽ വേറെ ഏരിയാസ് കയറി അത് എവിടെയൊക്കെയാണോ സ്പ്രെഡ് ചെയ്യുന്നത്, നമ്മൾ കുറച്ച് ഒരു സ്ഥലത്ത് വെച്ചിരുന്നാൽ അതെന്ത് ചെയ്യുന്നു, ഗ്യാസ് ആയിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ട് പോകുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്, ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാ പറയാം, ദ ഫ്രീ ഇന്റർമിംഗ്ലിംഗ് അല്ലെ, ഫ്രീ ആയിട്ട് എല്ലായിടത്തും ഇന്റർമിംഗ്ലിംഗ് ചെയ്യുന്ന ഗ്യാസസ്, അതായത് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലായിട്ട് വ്യാപിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ എന്താണ് ദിസ് ഈസ് എ ഫ്രീ ഇന്റർമിംഗ്ലിംഗ് ഓഫ് ഗ്യാസസ് വെൻ പ്ലേസ് ടു കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ അല്ലെ. ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ മോളിക്യൂൾസ് അല്ലെങ്കിൽ ഇതിന്റെ വ്യാപനത്തിനെയാണ് എന്ത് പറയുന്നത്, ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഡിഫ്യൂഷൻ ഒരു ടൈപ്പ് ഓഫ് ഡിഫ്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത്. എഫ്യൂഷൻ എന്ന് വെച്ചാൽ അത് നമുക്ക് ലിക്വിഡിൽ നമുക്ക് മണത്തിന്റെ അതിൽ വരെ ലിക്വിഡ് ബേസ് ചെയ്ത് ആസ് വെൽ ആസ് ഏതാണ് ഗ്യാസസിലും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തോട്ട് സ്പ്രെഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഇഫ്യൂഷൻ എന്ന് പറയുന്നത്. മറ്റേതെന്താണ് ഗ്യാസസ് സ്റ്റേജ് മാത്രം. മറ്റേതെന്താണ് ലിക്വിഡിലും ഗ്യാസസിലും, ലിക്വിഡിലും ആസ് വെൽ ആസ് ഗ്യാസസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ആ മോളിക്യൂൾസ് എന്ത് ചെയ്ത് സ്പ്രെഡ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മുടെ ടയറില് ചെറിയൊരു ഹോൾ, ഒരു ടയർ പഞ്ചർ ആവുന്ന സംഭവം ഉണ്ടല്ലോ, അതായത് ഒരു ചെറിയ ഹോൾ വീഴുന്നിട്ട് അതിലൊന്ന് എന്ത് ചെയ്യും, ഫുള്ളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഗ്യാസസ് എല്ലാം ഇറങ്ങിപ്പോവും അല്ലെ. അപ്പൊ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇഫ്യൂഷൻ. അതാണ് ഒരു ചെറിയ ഉദാഹരണമായിട്ട് പറയുന്നത്, ഗ്യാസ് പഞ്ചർ ആവുന്നത് പോലെ. അപ്പൊ നമുക്ക് ഇതിനെ എന്താ പറയാം, ദി എസ്കേപ്പ് ഓഫ് ഗ്യാസ് ത്രൂ ദ സ്മാൾ ഹോൾ ഇൻ ദ കേസ് ഓഫ്, ഇപ്പോ സ്മാൾ കേസിൽ കൂടെ ഇൻ ദ കേസ് ഓഫ് പഞ്ചർ അല്ലെ, ടയർ പഞ്ചർ ആവുന്ന ആ ഒരു സെക്ഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇഫ്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഡിഫ്യൂഷൻ ആൻഡ് ഇഫ്യൂഷൻ, ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ ആണ് നമ്മളിപ്പം പഠിച്ചത്. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം ഉണ്ട്, ഡിഫ്യൂഷൻ ആൻഡ് ഇഫ്യൂഷൻ. ഡിഫ്യൂഷൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഇഫ്യൂഷൻ, ഇത് രണ്ടായിട്ട് മെയിൻ ആയിട്ട് പഠിക്കാം. അടുത്ത നമുക്ക് ഇതിലായിട്ട് വേറൊരു പോർഷൻ വരുന്നത് എന്താ വെച്ചാൽ, മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ചെറിയ പോർഷനാണ് നമുക്ക് വരുന്നത്, കൈനറ്റിക് മോളിക്യുലാർ തിയറി ഓഫ് ഗ്യാസസ്. ദ ബേസിസ് ഓഫ് ഗ്യാസസ് ലാ. ഏതാണ്? കൈനറ്റിക് മോളിക്യുലാർ തിയറി ഓഫ് ഗ്യാസസ്. എന്താണ് കൈനറ്റിക് മോളിക്യുലാർ തിയറി ഓഫ് ഗ്യാസസ്? അത് എന്ത് ബേസ് ചെയ്താണ്? ലോസസ് അല്ലെ, ഗ്യാസ് ലോസസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് പറഞ്ഞത്, കൈനറ്റിക് മോളിക്യുലാർ തിയറി ഓഫ് ഗ്യാസസ് പറയുന്നത്. അതായത് ആ 3 ഗ്യാസസ് എല്ലാം കൂടെ ഉൾപ്പെടുത്തി എന്താണ് കൈനറ്റിക്, അതായത് ഒരു ചലനം മൂലം അല്ലെ, കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ എന്താണ്, ചലനം മൂലം ഉണ്ടാകുന്ന എനർജി അല്ലെ. അപ്പോഴെന്താണ്, മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മൂവ്മെന്റ് നടത്തുന്നുണ്ട് അല്ലെ, മോഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മുഖേനമാണ് എന്തെന്ന് ഉപയോഗിക്കുന്നത്, കൈനറ്റിക് എനർജി നമ്മുടെ ഇവിടെ പറയുന്നത്. അപ്പൊ ഇതിൽ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് വൺ, ഗ്യാസസ് കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ടൈനി പാർട്ടിക്കിൾസ് ആർ കാൾഡ് മോളിക്യൂൾസ്. അതായത് വാതക തന്മാത്രകളിൽ ഒന്നിൽ കൂടുതൽ, ഇപ്പൊ നമുക്കറിയാം ഒരു ഗ്യാസ് സ്റ്റേജിലുള്ള ഒരു എക്യുപ്മെന്റ്സ് എടുത്താൽ അതിനകത്ത് എന്താണ് ഫില്ലായിട്ട് കുറേയേറെ ഒരു മോളിക്യൂൾസ് അല്ല, ഒന്നിലധികം ഒത്തിരിയേറെ മോളിക്യൂൾസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതെല്ലാം എന്താണ് നമുക്കറിയാം, ചെറിയ ചെറിയ മോളിക്യൂൾസ് ഫോം ചെയ്താണ് ആ ടിന്നിന്റെ അകത്ത് അല്ലെങ്കിൽ ആ ഒരു സിലിണ്ടറിന്റെ അകത്ത് മോളിക്യൂൾസ് ഇരിക്കുന്നത്. അത് വലിയ അളവിലുള്ള ചെറിയ കണികകൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തത്, ദ ഗ്യാസ് മോളിക്യൂൾസ് ആർ സോ സ്മാൾ ആൻഡ് സോ ഫാർ അപ്പാർട്ട് ഫ്രം ദ ടോട്ടൽ വോളിയം ഓഫ് ദ മോളിക്യൂൾസ് is a negligible fractions of the total volume was occupied by the gas. എന്താണ് ഈ ഗ്യാസ് മോളിക്യൂൾസ് നല്ല ചെറുതാണെങ്കിലും പക്ഷെ അതിന്റെ ടോട്ടൽ വോളിയം അപേക്ഷിച്ച്, അതായത് ചെറിയ മോളിക്യൂൾസ് എല്ലാം തന്നെയാണ്
അതിന്റെ ടോട്ടൽ വോളിയംസിനകത്തായിരിക്കും ഉണ്ടാകുക. അതായത് അത് രണ്ടാമത്തെ ഇത് പറയുന്നത്. അതായത് നമുക്കറിയാം ഒരു സിലിണ്ടറിൽ എടുക്കുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ മോളിക്യൂൾസ് ആണ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മൊത്തം എന്താണ്, ആ വോളിയത്തിൽ മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് എന്താണ്, ഈ ചെറിയ ടൈനി പാർട്ടിക്കിൾസ് തന്നെയാണ്, സ്മോൾ മോളിക്യൂൾസ് തന്നെയാണ് അതിനകത്ത് വോളിയം മൊത്തം ഫുള്ളായിട്ട് ഇരിക്കുന്നത്. തേർഡ് ആണ് the molecules are state of constant rapid and random motion colliding with one another and with the walls of the container. അടുത്ത നമുക്ക് എന്താണ്, ഇങ്ങനെ തിങ്ങി നെരുങ്ങിയിരിക്കുന്ന ഒരു സിലിണ്ടറിനകത്ത് ഗ്യാസ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ അതിനകത്ത് മോളിക്യൂൾസ് എന്താണ്, തിങ്ങി ഞെരുങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് അങ്ങോട്ട് തന്മാത്രകൾ മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ് ചെയ്യുമ്പോഴത്തേക്ക് പരസ്പരം കൊളൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്, നമുക്കറിയാം ഒരു മോളിക്യൂൾസ് അത് ഒന്നേ ചെന്ന് എന്താണ് മറ്റൊരു മോളിക്യൂൾസിൽ എന്ത് ചെയ്യണം, ഇടിക്കുന്നു. അല്ലെങ്കിൽ ആ വാൾ കണ്ടെയ്നറിനെ അല്ലെങ്കിൽ വാളിൽ ചെന്ന് ഇടിക്കുന്നു. അങ്ങനെ നമ്മൾ അത് ഇടിക്കാൻ സാധ്യത, അങ്ങനെ ഇടിക്കുന്നു, അതായത് കൊളൈഡ് ചെയ്യുന്നു. അതായത് മോളിക്യൂൾസ് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് കൊളൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. There are no attractive or repulsive forces between the molecules of the gas. പക്ഷെ ഇതിനകത്തുണ്ട് ഒരു റിപ്പൾസീവ് ആൻഡ് അട്രാക്റ്റീവ് ഫോഴ്സും ഇതിനകത്ത് എന്ത് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. There are no repulsive and attractive force in ഇതിനകത്ത് മോളിക്യൂൾസ് ഓഫ് ദ ഗ്യാസ്, ഇതിനകത്ത് അത് ഫോം ചെയ്യുന്നില്ല. കൈനറ്റിക് എനർജി ഓഫ് മോളിക്യുലാർ തിയറിയില്. പിന്നെ ദ കൊളീഷൻ ഓഫ് മോളിക്യൂൾസ് എമംഗ് ദംസെൽസ് വിത്ത് ദ വാൾസ് ഓഫ് ദ containing vessels are perfectly elastic, so there is no losses. നിങ്ങൾക്കറിയാം ഒരു കണ്ടെയ്നർ ഇരിക്കുമ്പോൾ നമുക്ക് അതൊന്നും നമുക്ക് അതിനകത്തിരിക്കുന്ന ഗ്യാസസിന്റെ മോളിക്യൂൾസിന് എന്ത് ചെയ്യാം, വലിച്ചത് ഇലാസ്റ്റിക്, അതൊന്നും എന്ത് ചെയ്യുന്നില്ല, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. അതിന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല, ആ കണ്ടെയ്നറിലെ വാളിൽ ചെന്ന് ഇടിച്ച് എന്ത് ചെയ്യുന്നില്ല, പൊട്ടിച്ചിതറി അല്ലെങ്കിൽ പുറത്തോട്ട് തെറിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആ വെസൽസിൽ നടക്കുന്നത്. എന്ന് വെച്ചാൽ അത്തരത്തെ ടൈറ്റ്ലി പാക്ട് നമ്മൾ കംപ്രസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ അതെന്തോന്നാണ്, അത് അതിനകത്ത് തന്നെ അതിന്റെ വ്യാപ്തം ഉൾക്കൊള്ളുക, അതിന്റെ വോളിയം ഉൾക്കൊണ്ട് അതിനകത്ത് തന്നെ ഇരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് the pressure exerted by the gas is due to the bombardment of the molecules on the walls of the containing vessels. നമ്മൾ നേരത്തെ പറയുന്നത് തന്നെയാണ്. ഈ പ്രഷർ, അതായത് എത്രത്തോളം ആ കണ്ടെയ്നറിന്റെ അകത്ത് ഗ്യാസ് നടത്തിയാൽ അതെന്താണ്, പ്രഷർ ഭയങ്കര ഹൈലി പ്രഷറായിട്ട് നമുക്ക് എന്ത് ചെയ്യത്തില്ല, എക്സേർട്ട് ചെയ്യത്തില്ല. ഗ്യാസ് എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും എക്സേർട്ട് ചെയ്യത്തില്ല. ഡ്യൂ ടു ദ ബോംബാർഡ്മെന്റ് ഓഫ് ദ മോളിക്യൂൾസ് വാൾസ് ഓഫ് ദ കണ്ടെയ്നർ ഓഫ് ദ വെസൽസ്. ഓക്കെ, അത് പറയുന്നുണ്ട്. ലാസ്റ്റ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ്. എന്താണ്, കൈനറ്റിക് എനർജി ഓഫ് ദ ഗ്യാസ് ഈസ് അബ്സല്യൂട്ട്ലി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അപ്പോൾ മനസ്സിലായി, ഒരിക്കലും കൈനറ്റിക് എനർജി മൂവ്മെന്റ് മൂലം ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി തുല്യമായിരിക്കും. എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്തോന്ന് അവിടെയുള്ള ടെമ്പറേച്ചർ എന്നും പറയുന്നുണ്ട്. അല്ലാതെ ഇപ്പോ ചലിച്ച് അതിനകത്തിരിക്കുന്ന മൂവ്മെന്റ് മുഖേന ഉണ്ടായിട്ട് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യുന്നില്ല, അത് വിപരീത അനുപാതത്തിലാവുന്നില്ല അല്ലെ. എന്താന്ന് വെച്ചാല് ആ പ്രഷർ നമ്മൾ കൊടുത്താലും നമ്മുടെ എന്താണ്, അതിന്റെ ടെമ്പറേച്ചർ നമ്മൾ എത്ര കൊടുത്താലും അതിന്റെ എനർജി ഒരിക്കലും എന്താവത്തില്ല, ഇൻവേഴ്സ്ലി ആവുന്നില്ല. എപ്പോഴും എന്തായിരിക്കും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ തന്നെ ആയിരിക്കും. അതാണ് പറയുന്നത് ലാസ്റ്റ്, ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ്. എപ്പോഴും എന്താണ്, ആ ടെമ്പറേച്ചർ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിലായിരിക്കും, അല്ലെങ്കിൽ അതായിരിക്കും ഒരു കൈനറ്റിക് എനർജി. അത് ഒരിക്കലും ഒരു വ്യത്യാസം വരില്ല എന്നാണ് കൈനറ്റിക് തിയറി പറഞ്ഞിട്ടുള്ളത്. അതിപ്പോ ഇതിന്റെ ചെറിയ ഇതാണ്, നമ്മളിത് 3 ഗ്യാസ് സ്റ്റേജ് നമ്മൾ 3 പഠിച്ചില്ല, അതിനെ ബേസ് ചെയ്ത് ഇവര് എടുത്തിട്ടുള്ളതാണ്. ഇത് 3 പേര് ചേർന്നാണ് എന്തോന്ന്, കൈനറ്റിക് മോളിക്യുലാർ തിയറി ഓഫ് ഗ്യാഷസ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യം വരുന്ന ആള് മാക്സ്വെൽ വരുന്നുണ്ട്, പിന്നെ ബോൾട്സ്മാൻ വരുന്നുണ്ട്, പിന്നെ ക്ലോഷ്യസ് വരുന്നുണ്ട്. അപ്പോൾ ക്ലോഷ്യസ് ആൻഡ് മാക്സ്വെൽ, ബോൾട്സ്മാൻ ഇവർ 3 പേരും ചേർന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്ക് കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസസ് തിയറി നമുക്ക് പഠിക്കാനായിട്ട് അവർ കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ആരൊക്കെയാണ്, മാക്സ്വെൽ, ബോൾട്സ്മാൻ ആൻഡ് ക്ലോഷ്യസ് ആണ് 3 ശാസ്ത്രജ്ഞന്മാരും കൂടെ ചേർന്നാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, കൈനറ്റിക് എനർജി ഓഫ് മോളിക്യുലാർ തിയറി ഓഫ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്സ് നമുക്ക് ഗ്യാഷ്യസ് പഠിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മുടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഏകദേശം പേജ് നമ്പർ 151 നിങ്ങൾക്ക് ആ ടെക്സ്റ്റിൽ 7 പോയിന്റ് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് കൈനറ്റിക് എനർജി ഓഫ് കൈനറ്റിക് മോളിക്യുലാർ തിയറി ഓഫ് ഗ്യാസസ് സ്റ്റേറ്റ്. അത് നന്നായിട്ടൊന്ന് ജസ്റ്റ് വായിച്ചൊന്ന് പഠിക്കണം, മനസ്സിലായത്. ചിലപ്പോൾ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്, വരാൻ ചാൻസ് കൂടുതലാണ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യുലാർ തിയറി. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വായിച്ച് പഠിക്കുക. ഈ ചാപ്റ്ററിൽ നിന്ന് ഇതിനകത്ത് നിന്ന് തന്നെയായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എക്സാമിന് ചോദിക്കുക. ഓക്കെ, അപ്പോൾ അതിലോട്ട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ
ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് രൂപത്തിലോ വിളിച്ചോ എന്ത് ചെയ്യാം, ഡൗട്ട് ക്ലിയറിങ് ചെയ്യാവുന്നതാണ്. പിന്നെ നന്നായിട്ട് പഠിക്കുക. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് അടുത്ത് വരുന്നത് എൻ്റെ ഓർമ്മയിലാണെങ്കിൽ നമുക്ക് TMA പോർഷൻ ആയിരിക്കാം. അപ്പോൾ അതിൽ നിന്ന് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. നെക്സ്റ്റ് നമുക്ക് തിയറി പോർഷൻ ആയിട്ടായിരിക്കും ഞാൻ അടുത്ത വീഡിയോയിലോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒത്തിരി വൈഡായിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം ആ ടെക്സ്റ്റ് ഒക്കെ ഒന്ന് ജസ്റ്റ് റെഫർ ചെയ്ത് നോക്കുക. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മുഖേന കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് രൂപത്തിലും രേഖപ്പെടുത്താവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത തിയറിയിലെ അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, അതുവരെ താങ്ക് യു.